വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ. ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. സഭയുടെ അടിസ്ഥാനപരമായ ഘടകമാണല്ലോ കുടുംബം. ഈ കുടുംബത്തെ രൂപീകരിക്കുന്ന വിവാഹം എന്ന കൂദാശയെ പറ്റിയാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർന്ന എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഈ ചർച്ച നയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തൃശ്ശൂർ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും സഭാ നിയമ പണ്ഡിതനുമായ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അച്ഛനെയും മതാധ്യാപകരായ അഡ്വക്കേറ്റ് ജോസ് ഡേവിസിനെയും ഡോക്ടർ വിമല ബൈജുവിനെയും ഈ ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എൻ്റെ സഹപാഠികളും മറ്റം സെൻറ് തോമസ് ഫൊറോന ഇടവകയിലെ ACC വിദ്യാർത്ഥികളുമായ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഭാര്യ ഭർത്തൃബന്ധം ഭയങ്കരമായിട്ട് പ്രശ്നത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സഭാ കോടതികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ സഭാ കോടതിയെ സമീപിക്കേണ്ട ഒരു ആവശ്യം വരികയാണ്. എങ്ങനെയാണ് നമ്മൾ സഭാ കോടതിയായിട്ട് സമീപിക്കുക? വളരെ ലളിതമായ കാര്യമാണ്. സഭാ കോടതിയെ സമീപിക്കാൻ നിങ്ങളുടെ വികാരിച്ചനെ സമീപിച്ചാൽ മതി. അച്ഛൻ്റെ അടുത്ത് സഭയിൽ അപേക്ഷകൾ നൽകാനുള്ള ഫോമുണ്ട്. ആ ഫോം വിചാരിച്ച് നിങ്ങൾക്ക് തരും. ആ ഫോമിൽ നിങ്ങൾ പൂരിപ്പിച്ച് അതിൻ്റെ മുന്നിൽ 2 കക്ഷികളുടെ വിവരങ്ങൾ എഴുതാനുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പൂരിപ്പിച്ച് അതിൻ്റെ താഴെ വിചാരിച്ചിനെ റെക്കമെൻഡ് ചെയ്യാൻ അത് കണ്ടു എന്നെഴുതി ഒപ്പിടാനുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ മറുപുറത്ത് നിങ്ങൾക്ക് ഈ വിവാഹത്തെ സംബന്ധിച്ച് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾ അതിരൂപത കാര്യാലയത്തിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. വളരെ ലളിതമായ കാര്യമാണ്. ഒരു സിവിൽ കോടതിയിൽ പോകുന്ന പോലുള്ള സങ്കീർണ സാഹചര്യമൊന്നുമില്ല. വിവാഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് സഭാ കോടതിയെ സമീപിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വികാരിച്ചനെ സമീപിച്ച്, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കോടതി സംവിധാനത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ വികാരിച്ചനത് ബോധ്യപ്പെടുകയാണെങ്കിൽ അച്ഛൻ നിങ്ങളെ സഹായിക്കും. ഈ ഫോം തന്ന് നിങ്ങളത് പൂരിപ്പിച്ച് വിവാഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള പരാതികളോ കാര്യങ്ങളോ അതിന് മറുപുറം തുടങ്ങി എഴുതുക. ഇനി കൂടുതലായിട്ട് എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് വെള്ള പേപ്പറുകൾ കൂട്ടിച്ചേർത്ത് എഴുതി ചേർക്കാവുന്നതുമാണ്. ആ വിശദ വിവരങ്ങൾ എഴുതിയതിന് ശേഷം അത് അതിരൂപതയുടെ കാര്യാലയത്തിൽ കൂരിയ എന്നറിയപ്പെടുന്ന അതിരൂപത കാര്യാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ മതി. അവരത് ഫയൽ സ്വീകരിച്ചാൽ അവിടെ നിന്നാണ് സഭാ കോടതിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നത്. പിന്നീട് സഭാ കോടതി നിങ്ങളെ വിളിക്കുകയും അതിൻ്റെ ബാക്കി കോടതി പ്രൊസീജിയർ നടത്തുകയും ചെയ്യും. ഇത്തരത്തിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭാ കോടതിനെ ആർക്കൊക്കെയാണ് ബന്ധപ്പെടാൻ കഴിയുക? വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉടലെടുക്കുമ്പോൾ പരാതിയുമായിട്ട് സഭാ കോടതിയിലേക്ക് അല്ലെങ്കിൽ കുരിയയിലേക്ക് വരേണ്ടത് പാർട്ടികൾ തന്നെയാണ്, അതിൽ ബന്ധപ്പെട്ട കക്ഷികൾ തന്നെയാണ്. ഏതെങ്കിലും കാരണത്താൽ ഇവിടെ സ്ഥലത്തില്ല, മറ്റ് രാജ്യത്തിന് പുറത്താണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പരാതി കൊടുക്കാനായിട്ട് ഒരു പവർ ഓഫ് അറ്റോർണി എന്നുള്ള നിലയ്ക്ക് ഒരു ഓതറൈസേഷനിൽ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ വരാമെങ്കിലും ആ നടപടിക്രമങ്ങളിൽ പൂർണ്ണമായി സജീവമായി പങ്കെടുക്കേണ്ടത് ഈ കക്ഷികൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ സഭാ കോടതിയുടെ ഘടന ഒന്ന് വിശദീകരിക്കാമോ? സഭാ കോടതിയുടെ ഘടന, സഭാ കോടതിക്ക് ഒരു രൂപതയിൽ
ജുഡീഷ്യൽ അധികാരം എന്ന് പറയുന്നത് രൂപത മെത്രാനാണ്. അതേസമയം സഭയിലുണ്ടാകുന്ന ജുഡീഷ്യലായി കൈകാര്യം ചെയ്യേണ്ട കേസുകളൊന്നും നേരിട്ട് എല്ലാം കൈകാര്യം ചെയ്യാൻ മെത്രാന് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ആണ് സഭയിൽ കോടതികൾ സ്ഥാപിച്ചിരിക്കുന്ന, രൂപതയിൽ കോടതി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഒരു വൈദികന്, ക്വാളിഫൈഡ് ആയിട്ടുള്ള വൈദികന് അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ അധികാരങ്ങൾ കൈമാറും. ആ ജുഡീഷ്യൽ അധികാരം കൈമാറിയിട്ടുള്ള വ്യക്തി ആരാണോ ആ വൈദികനാണ് കോടതിയുടെ തലവൻ. ശരിക്കുള്ള തലവൻ മെത്രാനാണ്, എങ്കിലും ജുഡീഷ്യൽ അധികാരങ്ങൾ കൈമാറ്റപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹമാണ് ജുഡീഷ്യൽ വിക്കർ എന്നറിയപ്പെടും. അദ്ദേഹത്തിന് പുറമെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജിമാരുടെ ഒരു പാനലുണ്ടായിരിക്കും. അപ്പോൾ കോടതി ജഡ്ജിമാർ, അദ്ദേഹം ഉൾപ്പെടെ കുറേ ജഡ്ജിമാർ നിയമിക്കപ്പെട്ട്, മെത്രാൻ നിയമിച്ച ജഡ്ജിമാർ കോടതിയിലുണ്ടാകും. പിന്നെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് നേരിട്ട് അതിൻ്റെ പ്രൊസീജിയറിൽ നിർബന്ധമായും പങ്കുചേരേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസും ഡിഫൻഡർ ഓഫ് ബോണ്ടും. ഇങ്ങനെ 2 ഓഫീസുകളാണ് കോടതിയിലുള്ളത്, സഭാ കോടതിയിലുള്ളത്. അത് സിവിൽ നിയമത്തിൽ നമുക്ക് നേരിട്ട് ആ പേരുകളിലോ അല്ലെങ്കിൽ ആ സ്റ്റൈലിലോ അല്ല നമ്മൾ കാണുക. ഡിഫൻഡർ ഓഫ് ബോണ്ട് എപ്പോഴും വിവാഹത്തിൻ്റെ ആ ബന്ധം നിലനിൽക്കുന്നു എന്ന സഭയുടെ വിശ്വാസവും ബോധ്യവും അപ്ഹോൾഡ് ചെയ്യാൻ, അത് ഉയർത്തിപ്പിടിക്കുന്നതിന് ഈ കോടതിയിൽ വാദിക്കേണ്ട വ്യക്തിയാണ്. കാരണം ചിലപ്പോഴൊക്കെ മാനുഷികമായ കാഴ്ചപ്പാടോടെ വിവാഹത്തിൻ്റെ ബോണ്ട് ഇല്ല എന്ന് പെട്ടെന്ന് തീരുമാനിക്കാനോ അല്ലെങ്കിൽ അതിനനുകൂലമായി മാനുഷികമായ ഒരു തീരുമാനം എടുക്കാനോ വരാതിരിക്കാൻ എപ്പോഴും ബോണ്ടിന് അനുകൂലമായി വാദിക്കാൻ ഒരാൾ കോടതിയിലുണ്ടാകണം. അതിനാണ് ഡിഫൻഡർ ഓഫ് ബോണ്ട്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവാദിത്വം എപ്പോഴും നീതി പാലകനാണ് അദ്ദേഹം. ആ വ്യക്തി എപ്പോഴും നീതിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഇപ്പോൾ കോടതിയിലുള്ള പ്രധാന ഓഫീസുകൾ എന്ന് പറയുന്നത് അതാണ്: ജഡ്ജസ്, പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്, ഡിഫൻഡർ ഓഫ് ബോണ്ട്. അതിൻ്റെ താഴെ നോട്ടറിമാർ. ഈ കേസുകളൊക്കെ നടക്കുമ്പോൾ നോട്ടറിമാരാണ് അത് മുഴുവനും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. കേസ് നടക്കുമ്പോൾ മുഴുവൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് നോട്ടറിമാരാണ്. അവരുടെ കയ്യൊപ്പ് എപ്പോഴും ഈ രേഖയ്ക്ക്, സാധുതയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നോട്ടറിമാർ. കാരണം എഴുതിയ വ്യക്തി ഒപ്പിട്ടിരിക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അപ്പോൾ അതുകൊണ്ട് നോട്ടറിമാർ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ്. ആവശ്യമെങ്കിൽ അഡ്വക്കേറ്റ്സിന് അപ്രൂവ് ചെയ്ത് മെത്രാന് അനുവദിക്കാവുന്നതാണ്. ഇതാണ് പ്രധാനമായും കോടതിയിലുള്ള ഓഫീസുകൾ. പിന്നെ ക്ലറിക്കൽ ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന ക്ലറിക്കൽ ജോലിക്കാരൊക്കെ അതിനുള്ളിൽ വേറെ ഉണ്ടായിരിക്കും. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ, സഭാ കോടതിക്ക് ഘടന, ഒരു കോടതിക്കുള്ളിലെ ഘടനയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേസമയം സഭയിലെ കോടതികളുടെ ഘടന കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സഭയിലെ ഒരു രൂപതയിൽ രൂപതാ കോടതി, അതിന് മുകളിൽ അതിരൂപതാ കോടതി, അതിന് മുകളിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭാ തലത്തിലുള്ള കോടതി. ഇനി ഇതിനൊക്കെ മുകളിൽ 4മതൊരു ഘട്ടമായിട്ട് മാർപ്പാപ്പയുടെ കോടതികളുണ്ട്. ഈ മാർപ്പാപ്പയെ സംബന്ധിച്ച് അവിടെ റോമിൽ 3 കോടതികൾ നിലവിലുണ്ട്. ഒന്ന് കത്തോലിക്ക സഭയുടെ സുപ്രീം ട്രൈബ്യൂണൽ എന്ന് നമ്മൾ വിളിക്കുന്നത് സിഗ്നത്തൂര അപ്പസ്റ്റോലിക്ക സിഗ്നേച്ചർ എന്നറിയപ്പെടുന്ന കോടതിയാണ്. അതാണ് കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതി. രണ്ടാമത്തെ റോമൻ റോട്ട എന്ന് പറയപ്പെടുന്ന ഒരു കോടതിയാണ്. മൂന്നാമത്തേത് ഇൻറ്റേർണൽ ഫോറം, പാപകരമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഇത് എക്സ്റ്റേണൽ ഫോറത്തിലെ കാര്യങ്ങളാണ് ഈ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഫോറത്തിൽ പാപവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറി എന്ന പേരിൽ ഒരു 3മത്തെ കോടതി സംവിധാനമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ചില വത്തിക്കാൻ്റെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ചില പ്രത്യേക വിഷയങ്ങളിൽ ജൂറിസ്ഡിക്ഷനും കോമ്പിറ്റൻസും ജുഡീഷ്യലായിട്ട് തന്നെ മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. ഇതിനും പുറമെ ഇതോടൊപ്പം തന്നെ 3മതൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭയിൽ വിവാഹത്തെ സംബന്ധിച്ച ഒരു കേസ് വന്നാൽ ആ കേസ് കോടതി ഏറ്റവും താഴത്തെ കോടതി എടുത്താൽ, രൂപതാ കോടതി എടുത്തു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന സഭയിലെ നിയമം എന്ന് പറയുന്നത് 2 കോടതികളുടെ ഒരുപോലുള്ള വിധി ഉണ്ടാകണം ഒരു വിവാഹം അസാധുവായി തീരാൻ. അപ്പോൾ രൂപതാ കോടതിയിൽ വിവാഹം കേസ് വന്നാൽ ആ കേസ് അവിടെ പരിഗണിക്കുകയും രൂപതാ കോടതി ആ കേസ് എടുത്ത് അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി
ആ വിവാഹം അസാധുവാണെന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്താൽ സ്വാഭാവികമായി ആ കേസ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മുകളിലുള്ള കോടതിയിലേക്ക് അപ്പീലായിട്ട് പോകണം. കാരണം രണ്ട് കോടതികളുടെ ഒരുപോലുള്ള വിധി വന്നാലേ വിവാഹം അസാധുവായി പരിഗണിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സഭയുടെ നിയമം. അത് സഭയുടെ ആ വിവാഹത്തിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ഐക്യവും ബോണ്ടും സഭ അത്ര പ്രധാനമായി പരിഗണിക്കുന്നതുകൊണ്ടാണ് തെറ്റ് പറ്റരുത് ആ തീരുമാനത്തിൽ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയമം നിലനിന്നിരുന്നത്. പക്ഷേ ഈ സമീപകാലത്ത് മാർപ്പാപ്പ അതിന് ഇളവ് കൊടുത്ത് ആ വിവാഹത്തെ സംബന്ധിച്ച് കോഡിലുള്ള ആ പ്രത്യേക കാനനുകൾക്ക് ഭേദഗതി മാർപ്പാപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ട് കോടതികളുടെ വിധി ആവശ്യമില്ല, ഒരു കോടതിയുടെ ഏറ്റവും താഴത്തെ കോടതിയുടെ വിധി ഉണ്ടായാൽ മാത്രം മതി സഭയിൽ വിവാഹം അസാധുവായി പരിഗണിക്കാനെന്ന്. അത് പറയുമ്പോൾ തന്നെ മാർപ്പാപ്പ ആ പുതിയ തീരുമാനം, പുതിയ ഭേദഗതി നടപ്പിലാക്കുന്നതിൻ്റെ ആമുഖമായി പാപ്പ പറഞ്ഞിരിക്കുന്നു, ഇതൊരിക്കലും വിവാഹത്തിൻ്റെ ബോണ്ട് നിസ്സാരമായി പരിഗണിക്കാൻ വേണ്ടിയല്ല, ഞാൻ വിശ്വാസികൾക്ക് നീതി ലഭിക്കേണ്ട സാഹചര്യം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അനുവദിക്കുന്നതാണ്. അതേസമയം അതുകൊണ്ട് തന്നെ ഈ ആദ്യ കോടതിയിൽ ഈ കേസും പരിഗണിക്കാനിരിക്കുന്നവർക്ക് കൂടുതൽ ഗൗരവതരമായ ഉത്തരവാദിത്വമുണ്ട്, ശ്രദ്ധയോടുകൂടെ അത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കോടതിയുടെ വിധി മതി എന്ന് മാർപ്പാപ്പ ഭേദഗതി വരുത്തിയത് കാര്യങ്ങൾ ഈസിയാക്കാൻ വേണ്ടിയല്ല, നീതി ലഭിക്കുന്നതിന് ചിലപ്പോൾ 2 കൊല്ലമോ 3 കൊല്ലമോ ഒക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് പല കോടതികളിൽ പോയി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി അതിൽ തന്നെ ആദ്യത്തെ കോടതിയിൽ അന്നത്തെ സാഹചര്യത്തിൽ ആദ്യത്തെ കോടതി അനുകൂല വിധിയും രണ്ടാമത്തെ കോടതി പ്രതികൂല വിധിയുമാണെന്നുണ്ടാകട്ടെ, അങ്ങനെ വന്നാൽ മൂന്നാമത്തെ കോടതിയിലും കൂടെ പോയാലാണ് ഏതെങ്കിലും 2 വിധികൾ ഒരുപോലെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തേർഡ് ഇൻസ്റ്റൻസ് ട്രൈബ്യൂണൽ നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ അത് അത്ര പ്രസക്തമല്ല. എങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കേസ് ഉപരികോടതിയിലേക്ക് പോകുന്നത് വേണ്ട എന്ന് മാർപ്പാപ്പ ഭേദഗതി വരുത്തിയെങ്കിലും കക്ഷികൾക്ക് ആവശ്യമെങ്കിൽ അപ്പീൽ പോകാവുന്നതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ കക്ഷികൾക്ക് കിട്ടിയ വിധി ന്യായമല്ല എന്ന് തോന്നിയാൽ അവർക്ക് അപ്പീൽ നൽകാൻ അവകാശമുണ്ട്. പഴയ സാഹചര്യത്തിൽ കേസ് വിവാഹം അസാധുവാണെന്ന് ആദ്യ കോടതി ഡിക്ലെയർ ചെയ്താൽ ഉടനെ തന്നെ ബോണ്ടിന് അനുകൂലമായി വാദിക്കേണ്ട വ്യക്തിയായ ഡിഫൻഡർ ഓഫ് ബോണ്ട് അപ്പീൽ ഒപ്പിട്ട് അത് മുകളിലത്തെ കോടതിയിലേക്ക് വിടും. എന്നാൽ ഇന്ന് അത് ഇനിയില്ല, ആ സംവിധാനം ഇല്ലെങ്കിലും കക്ഷികൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് തോന്നിയാൽ അപ്പീൽ നൽകാനുള്ള അവകാശം ഉണ്ട്. അത് സമയബന്ധിതമായി അപ്പീൽ ഒപ്പിട്ട് കൊടുത്താൽ മേൽക്കോടതിയിലേക്ക് കേസ് പോകുന്നതാണ്. അച്ചോ, നമ്മൾ വിവാഹം എന്ന കൂദാശയിൽ ഒരു സമ്മതം കൊടുക്കുന്നുണ്ട്. അതിനു മുന്നേ മനസ്സമ്മതം എന്ന് പറഞ്ഞൊരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമ്മതത്തിന് ഇത്രയധികം പ്രാധാന്യം നമ്മൾ നൽകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം, വിവാഹത്തിൻ്റെ കോറെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും പരസ്പരം നൽകുന്ന സമ്മതമാണ്. അപ്പോൾ സഭ ഇതാണെങ്കിലോ ഒരു ആന്തരിക പ്രവൃത്തിയാണ്, ഇൻറ്റേർണൽ ഫോറത്തിൻ്റെ ഒരു ആക്റ്റാണ്, അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ലോ, നമ്മുടെ മനസ്സല്ലേ സമ്മതം കൊടുക്കുന്നത്, അത് കാണാൻ പറ്റുന്നൊരു പ്രവൃത്തിയല്ല. അപ്പം അതുകൊണ്ട് സഭയ്ക്ക് ഉറപ്പ് വരുത്തേണ്ട കാര്യമുണ്ട്, ഇവർ കൃത്യം സ്വതന്ത്രമായ മനസ്സോടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടെ ഇത് കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പം അത് സഭ പല മേഖലകളിലൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് കല്യാണത്തിലേക്ക് എത്തിക്കുന്നുള്ളൂ. കാരണം സഭയ്ക്ക് ഇത് ഉറപ്പ് വരുത്തണം. കാരണം വിവാഹം എന്ന കൂദാശ അസാധുവായി നടക്കുകയോ തമാശയായിട്ട് നടക്കുകയോ ഒന്നും ചെയ്യരുത്. അത്ര ഗൗരവതരമായ ദൈവികമായ ഒരു കാര്യമാണത്. അപ്പം അതുകൊണ്ട് സഭ വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഈ കല്യാണത്തിലേക്ക്, വിവാഹത്തിലേക്ക് എത്തിക്കുന്നത്. അതിൽ സഭ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഈ കൺസെൻറ്റ് ശരിക്ക് കൊടുക്കുന്നുണ്ട് എന്ന്, ഈ ഭാര്യയും ഭർത്താവും പരസ്പരം കൈമാറുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കല്യാണ കോഴ്സ് നടക്കുന്നത്. കോഴ്സ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ സഭ ഒന്നും കൂടി ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. പേഴ്സണലായിട്ട് കേൾക്കുമ്പോൾ കൗൺസിലിങ്ങിലൂടെയൊക്കെ കോഴ്സിൽ ഈ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. സമ്മതം കൃത്യമായിട്ട് നടക്കുന്നതെന്ന് ബോധപൂർവം ചെയ്യണം അതിനുവേണ്ടി. അത് കഴിഞ്ഞ് സഭ പരസ്യമായിട്ട് ആദ്യം ചോദിക്കുകയാണ്, മനസ്സമ്മതത്തിന് ചോദിക്കുന്ന ചോദ്യം, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്ര മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ തോമസിനെ അഥവാ മേരിയെ ഭർത്താവായി ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഇതാണ് ചോദ്യം. ഇപ്പം നീ സ്വീകരിക്കുന്നു എന്നല്ല ചോദ്യം, വാഗ്ദാനം ചെയ്യുന്നുവോ? അപ്പോൾ നിങ്ങൾ പറയുന്ന മറുപടി, ഞാൻ
വാഗ്ദാനം ചെയ്തു. ഞാൻ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്ന് ഇപ്പോൾ സഭയുടെ മുമ്പിൽ ഞാൻ വാക്ക് പറയുന്നു. അത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞ് സഭ ചൊല്ലിക്കേൾക്കൽ നടത്തുന്നുണ്ട്. വികാരിച്ചൻ്റെ അടുത്ത് ഈ ചെക്കൻ അല്ലെങ്കിൽ പെണ്ണ് പേഴ്സണലായിട്ട് പോയി പ്രാർത്ഥനകൾ ചൊല്ലി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും വികാരിച്ചൻ അന്വേഷിക്കാൻ അറിയുന്നത് എന്താണ്? ഇവർ വ്യക്തിപരമായി കൃത്യ സമ്മതം നൽകുന്നുണ്ടോ, സ്വാതന്ത്ര്യമുണ്ടോ, ഇവൾക്ക് ഇഷ്ടമാണോ, ഇവന് ഇഷ്ടമാണോ, ശരിക്കും ഇവൻ്റെ സ്വതന്ത്രമായ തീരുമാനമാണോ എന്നുള്ളത് അന്വേഷിച്ചറിയുന്ന, വ്യക്തിപരമായി അന്വേഷിക്കുന്ന അടുത്തൊരു ഘട്ടമാണത്. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ തലേന്ന് കെട്ടുകുമ്പസാരമുണ്ട്. അപ്പോൾ വീണ്ടും വളരെ രഹസ്യാത്മകമായൊരു മേഖലയിൽ, ആരോടും വെളിപ്പെടുത്തപ്പെടാത്തൊരു മേഖലയിൽ വീണ്ടും ഈ കാര്യം സഭ അറിയാൻ ശ്രമിക്കും. നിങ്ങൾ വെളിപ്പെടുത്താണെങ്കിൽ വെളിപ്പെടുത്തും. ഇത്രയൊക്കെ ഒരുക്കിയിട്ടാണ്. അതുകൊണ്ടാണ് എന്തോരം പ്രൊസീജിയർ, എന്തോരം കാര്യങ്ങൾ, ഇതൊന്നും ആവശ്യമില്ല, വേഗം കല്യാണം നടത്തണമെന്നൊക്കെ എല്ലാവരും ബഹളം കൂട്ടാറുണ്ട്. പക്ഷേ സഭ അതിൽ വലിയ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാറില്ല. ഈ കോവിഡ് കാലത്ത് കുറച്ച് വിട്ടുവീഴ്ച ചെയ്തെങ്കിലും അതൊക്കെ വേഗം തന്നെ പുനഃസ്ഥാപിക്കുകയാണ്. കാരണം അത്ര പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. അത് അത്ര ശ്രദ്ധയോടുകൂടെ കൺസെൻറ്റ് ശരിക്കും കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം സഭ വിവാഹത്തിലേക്ക് എത്തിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിൻ്റെ അന്നത്തെ സമ്മതം. അപ്പോൾ സഭ ഇതൊക്കെ ഒരുക്കി സഭയ്ക്ക് ഒരു 100% ബോധ്യം വരുത്തിയതിന് ശേഷമാണ് കെട്ടിൻ്റെ അന്ന്, കല്യാണത്തിൻ്റെ അന്ന് കൊണ്ടു നിർത്തുന്നത്. ഇനി ആ സമയത്ത് ഒരിക്കൽ കൂടെ സഭ ചോദിക്കുന്നു. ചോദ്യത്തിന് അല്പം വ്യത്യാസമുണ്ട്. അന്ന് ചോദിച്ച ചോദ്യം തന്നെയാണ്, പക്ഷേ അവസാന ഭാവം മാറും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്ര മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ തോമസിനെ മേരിയെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ, ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഇതിൻ്റെ ഉത്തരം ഇപ്പം സ്വീകരിക്കണം. മറ്റേതെന്തായിരുന്നു? വാഗ്ദാനം ചെയ്യലായിരുന്നു, ഭാവിയിൽ ഞാൻ ചെയ്തോളാം എന്ന്. കല്യാണത്തിൻ്റെ അന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സ്വീകരിക്കുന്നു, ഈ നിമിഷം. അതാണ് രണ്ടും ഒരു വ്യത്യാസം. ഇതാണ് നമ്മൾ ഈ പറയുന്ന സമ്മതം. മറ്റതൊക്കെ ഒരുക്കാണ്. ഈ സമ്മതം അന്വേഷണത്തിൻ്റെ ശരിക്ക് സമ്മതം കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചറിയുന്നതിന് സഭ വെച്ചിരിക്കുന്ന ഘട്ടങ്ങളാണ്. എന്നാൽ കൺസെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ കല്യാണക്കെട്ടിൻ്റെ ഇടയിൽ അച്ഛൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നിങ്ങൾ നൽകുന്ന ഞാൻ സ്വീകരിക്കുന്നു എന്ന മറുപടിയാണ്. വ്യക്തമാണല്ലോ. അത് ആ കൺസെൻ്റാണ്, ആ സമ്മതമാണ് വിവാഹത്തിൻ്റെ കോറായി നിൽക്കുന്ന കാര്യം. അത് കൊടുത്താൽ മാത്രമേ വിവാഹം നടക്കുന്നുള്ളൂ. നിങ്ങളത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. ഇതൊക്കെ നടന്നിട്ടും, ഇതൊക്കെ ചെയ്തു, കല്യാണത്തിൻ്റെ അന്ന് നിങ്ങൾ വന്നു നിന്നു, ചോദിച്ചപ്പോൾ നിങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു എന്നും പറഞ്ഞു. എങ്കിലും വ്യക്തി ഇതൊക്കെ സംഭവിച്ചപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ സമ്മതം കൊടുക്കാതെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണത്തിൻ്റെ ഈ ചടങ്ങൊക്കെ നടന്നാലും വിവാഹം നടക്കുന്നില്ല. അപ്പം ഇതിനെ ബാധിക്കാവുന്ന, ഈ സമ്മതം കൊടുക്കാൻ വ്യക്തിക്ക് ഈ കഴിവുണ്ടാകാൻ ഇതിന് തടസ്സം നിൽക്കാവുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. അത് വിശദമായിട്ട് 8-10 വ്യത്യസ്ത സാഹചര്യങ്ങൾ, എങ്ങനെയാണ് ഈ വ്യക്തി സമ്മതം കൊടുക്കാതിരിക്കാൻ ഇടവരുന്ന സാഹചര്യമോ അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത സാഹചര്യമോ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിയമത്തിൽ പറയുന്നുണ്ട്. അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വതന്ത്രമായ തീരുമാനം എടുത്തിട്ടാണ് സമ്മതം കൊടുക്കുന്നത്, സ്വതന്ത്രമായ തീരുമാനമാണെന്ന്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനത്തെ ബാധിക്കുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണ് ശരിക്കും? സമ്മതമാണ്, ഞാൻ പറഞ്ഞു, വിവാഹത്തിൻ്റെ കേന്ദ്ര ബിന്ദു. പക്ഷെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് സമ്മതം കൊടുക്കാൻ പറ്റാതെ വരാം. ചിലപ്പോൾ സമ്മതം കൊടുക്കാതിരിക്കാം. ഇത് രണ്ടും സംഭവിക്കാം. ഇങ്ങനെ രണ്ടും ഉണ്ടാകാവുന്ന കുറേ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ബുദ്ധിമാന്യമുള്ള ഒരാൾ. ഇപ്പം നിങ്ങളെന്ന് വിചാരിക്കുക, സമ്മതം കൊടുക്കാൻ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് സമ്മതം കൊടുക്കണമെങ്കിൽ ആദ്യം അതെന്താണെന്ന് അറിയണം, മനസ്സിലാവണം. അപ്പോൾ കാര്യം അറിഞ്ഞാലാണ് നമുക്ക് തീരുമാനം, സമ്മതം നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? സാധാരണ കാര്യം മനസ്സിലാക്കിയിട്ടാണ്. ബുദ്ധിമാന്യമുള്ള ഒരാൾക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് സമ്മതം കൊടുക്കാനായിട്ട് പറ്റില്ല. കാര്യം മനസ്സിലാക്കിയിട്ട് വേണം സമ്മതം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ സാഹചര്യം. രണ്ടാമത്തേത് വിവേചനാശക്തി. മനുഷ്യന് ബുദ്ധിയുടെ ഒരു രണ്ടാമത്തെ ഭാഗമാണ് വിവേചനാശക്തി എന്ന് പറയുന്നത്. വെറുതെ കാര്യം ഇങ്ങനെ മനസ്സിലായാൽ പോരാ, അത് വിവേചിച്ചറിയാനുള്ള കഴിവും കൂടി ഉണ്ടാകണം. ഇപ്പോൾ രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് വിവേചനാശക്തി ഇല്ലാത്ത അവസ്ഥയാണ്. മൂന്നാമത്തെ ഒരു സാഹചര്യം മാനസിക രോഗാവസ്ഥയാണ്.
മാനസിക രോഗാവസ്ഥയുള്ള ആൾക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ അത് നിർവഹിക്കാനായിട്ട് പറ്റില്ല. ഞാൻ വാക്ക് പറയുന്നു, പക്ഷെ അതെനിക്ക് പാലിക്കാൻ, ഞാൻ നിന്നെ സ്നേഹിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ മാനസിക രോഗിയെ സ്നേഹിക്കാൻ പറ്റില്ല. വാക്ക് പറയുന്നു, പക്ഷേ നിർവഹിക്കാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാത്ത കാര്യം പറഞ്ഞാൽ വല്ല പ്രസക്തി ഉണ്ടോ അതിന്? ഇല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും വ്യക്തിയുടെ വില്ലിനെയും വ്യക്തിയുടെ മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന, സമ്മതം കൊടുക്കുന്നതിന് ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇത് ചിലപ്പോൾ ജന്മന ഉണ്ടാകാം, ചിലപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് ജീവിത അവസ്ഥയിൽ ഡെവലപ്പ് ചെയ്തുണ്ടായ പ്രശ്നങ്ങളാകാം. മൂന്നാമത്തേത്, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ മദ്യം, ലഹരി, പിന്നെ ജഡത്തിൻ്റെ പാപാവസ്ഥ, ഈ ലൈംഗികതയുടെ ഭയങ്കരമായിട്ടുള്ള അബറേഷനുകളൊക്കെ സംഭവിച്ച് തെറ്റായ ശീലങ്ങളിലൂടെ ചെന്നപ്പെട്ട് ഈ 3 മേഖലയും പ്രശ്നത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഒറിജിനൽ ബുദ്ധിയുള്ള ആൾ ബുദ്ധിമാനിയുള്ള പോലെ ആയിട്ട് മാറാം. ഒരു കഞ്ചാവിനടിപ്പെട്ട ഒരാൾ, ഡ്രഗ്സിനടിപ്പെട്ട ഒരാൾ, അങ്ങനെയായിത്തീരാം. മദ്യത്തിനടിപ്പെട്ട ഒരാൾ, അതുപോലെ ആലോചന ശക്തി നഷ്ടപ്പെടാം, വിവേചന ശക്തി നഷ്ടപ്പെടാം, അതുപോലെ തന്നെ മാനസികമായ രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടാം. ഈ 3 ഒന്നുകിൽ ജന്മന ഉണ്ടാകാം, അല്ലെങ്കിൽ സാധാരണ സാഹചര്യം കൊണ്ട് വ്യക്തികൾ ഡെവലപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം ക്രിയ കൊണ്ട് ഇതുപോലുള്ള മദ്യമോ ലഹരിയോ അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ പാപത്തിൻ്റെ ലൈംഗികതയുടെ അബറേഷനുകളോ ഒക്കെ വ്യക്തിയെ ഈ വിധത്തിലെത്തിക്കാം. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ, ആദ്യത്തെ 3 ഘടകങ്ങളായി നിൽക്കുന്നത്. ഇനി സമ്മതമില്ലാതാകുന്ന വേറെ ചില ഘടകങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ തെറ്റിദ്ധാരണയും വഞ്ചനയും. ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വിചാരിക്കുക. നീ വിചാരിക്കുന്നത് തോമസിനെ നീ പ്രേമിച്ചു, തോമസിനെ ഫോണിൽ കൂടെയാണ് പ്രേമിച്ചിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ സ്നേഹിച്ചു. അതിൽ കണ്ട ഫോട്ടോ വെച്ച് ആളെ സ്നേഹിച്ചു, കല്യാണം തീരുമാനിച്ചു. കല്യാണത്തിൻ്റെ അന്ന് കെട്ടിന് വന്നു നിന്നു. അപ്പം നോക്കാനൊന്നും നേരണ്ടായില്ല, തന്നെ ആളാന്ന് വിചാരിച്ച് കെട്ടി. പക്ഷേ ഇട്ട ഫോട്ടോയും അല്ല. അതുകൊണ്ട് ആരും ഫേസ്ബുക്കിൽ പ്രേമിച്ച് കെട്ടരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രേമിച്ചേക്കരുത്. കല്യാണം കെട്ടി കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇയാൾ ഞാൻ കണ്ടതോ ഞാൻ സമ്മതം കൊടുത്തതോ ആയ വ്യക്തി അല്ല. വിവാഹം നടക്കുമോ? നടക്കണില്ല. കാരണം സമ്മതം തെറ്റിദ്ധാരണ കൊണ്ടാണ് കൊടുത്തത്. മറ്റാൾ എന്താ ചെയ്തിരിക്കണേ? വഞ്ചന കൊണ്ടാണ് സമ്മതം പിടിച്ചു വാങ്ങിയിരിക്കുന്നത്. അവിടെയും സമ്മതം ഇല്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ സമ്മതമില്ല. അപ്പോൾ വഞ്ചനയും തെറ്റിദ്ധാരണയും സമ്മതം ഇല്ലാതാക്കുന്നു. ഇനി സമ്മതം കൊടുത്തു, പക്ഷേ ഈ വ്യക്തിക്ക് വിവാഹത്തിൻ്റെ കോറായ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെ വിവാഹത്തിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ? വ്യക്തിപരമാണ്, അലംഘനീയമാണ്, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ളതാണ്, ലൈംഗിക സഹകരണം ഉണ്ടാകണം, മക്കൾക്ക് ജന്മം കൊടുക്കണം, യൂണിറ്റി, ഇൻഡിസോലിബിലിറ്റി, ഐക്യം, അഭേദ്യത, ഈ ഘടകങ്ങളൊക്കെയാണ് വിവാഹത്തിൻ്റെ കോറ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരാൾ സമ്മതം കൊടുത്തു. മുമ്പിൽ തോമസ് വന്നിട്ടുണ്ട്, അവനെ കെട്ടാന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തു. അപ്പോൾ സമ്മതമാവോ? സമ്മതത്തിൻ്റെ ഉള്ളടക്കം അറിഞ്ഞിട്ടേ ഇല്ല. ആ സമ്മതമല്ലാതാവുന്നു. മറ്റൊരു ഘടകമുള്ളത് കപട സമ്മതമാണ്. വ്യക്തി സമ്മതം കൊടുക്കുന്നു, പക്ഷേ സമ്മതം കൊടുക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഈ വിവാഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ കോറായ ഘടകങ്ങൾ, നമ്മൾ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ, ഇതിനൊന്നും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി സമ്മതം കൊടുക്കുകയാണ്. അത് കപട സമ്മതമാണ്. സമ്മതമാവോ? ആവില്ല. ഇനി ചില ഭാഗിക കപട സമ്മതമുണ്ട്. ചിലത് മാത്രം. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി തീരുമാനിക്കുകയാണ്, കുഞ്ഞൊന്നും ഉണ്ടാവാൻ ഞാൻ തയ്യാറല്ല, കാരണം എൻ്റെ സൗന്ദര്യം പോവാൻ. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ള വിവാഹത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. അതിനു കൂടെയാണ് സമ്മതം കൊടുക്കുന്നത്. പക്ഷേ അവൾ ബാക്കി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. ലൈംഗിക സഹകരണമുണ്ട്, സ്നേഹിക്കാനും കൊടുക്കാനും ഒക്കെയുണ്ട്, ജീവിതകാലം മുഴുവൻ നിലനിൽക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ കുഞ്ഞ് വേണ്ട എന്ന് അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് അവൾ കല്യാണത്തിൻ്റെ സമ്മതം ആ നേരത്ത് പറയുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അത് ഭാഗിക കപട സമ്മതമാണ്. സമ്മതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നിനെയോ ചിലതിനെയോ മാറ്റി നിർത്തിക്കൊണ്ട് സമ്മതം കൊടുക്കുന്നതാണ്. അതും സമ്മതത്തെ അസാധുവാക്കുന്ന ഘടകമാണ്.
അതുപോലെ തന്നെ കണ്ടീഷണൽ ആയിട്ട് ചില കണ്ടീഷനെ ബാധിക്കുന്ന വിധത്തിൽ ഞാനിപ്പോൾ സമ്മതം തരുന്നു, പക്ഷേ ഇന്ന കാര്യം നിർവഹിക്കപ്പെടുന്നതിൻ്റെ മുകളിലായിരിക്കും ഞാൻ എൻ്റെ സമ്മതം തരുന്നത്. നീ കല്യാണം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ എനിക്ക് അമേരിക്കയിൽ PR മേടിച്ച് തരും എങ്കിൽ ഞാൻ സമ്മതം തരുന്നു. കണ്ടീഷണൽ അല്ലേ? കണ്ടീഷണലായിട്ടൊരു സമ്മതമില്ല. ആ സമ്മതം കൊടുക്കുന്നത് കണ്ടീഷണലാണ്. അതൊരിക്കലും സമ്മതമേ അല്ല. ഇത്തരം ഘടകങ്ങളൊക്കെ സമ്മതത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നുകിൽ രോഗപരമായ അവസ്ഥകൾ കൊണ്ട്, അതല്ലെങ്കിൽ ബോധപൂർവമായ തീരുമാനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചില ഘടകങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് സമ്മതമല്ലാതായി തീരാൻ ഇടയുണ്ട്. ഈ ഘടകങ്ങൾ ഏതെങ്കിലും ബാധിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ സമ്മതമല്ലാതെയാവും. അപ്പോൾ എന്ത് ആശീർവാദം കെട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും, എത്ര വലിയ സദ്യ കൊടുത്തിട്ടുണ്ടെങ്കിലും വിവാഹം നടന്നിട്ടില്ല. അതുപോലെ തന്നെ ബലപ്രയോഗവും ഭീഷണിയും സമ്മതം ഇല്ലാതാക്കുന്ന കാര്യമാണ്. ബലപ്രയോഗത്തിലൂടെ ഒരാളുടെ സമ്മതം നമുക്ക് നേടാൻ പറ്റില്ല. ഭീഷണി മൂലവും ഒരാളുടെ സമ്മതം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ 2 കാര്യങ്ങൾ, ബലപ്രയോഗം വഴിയോ ഭീഷണി വഴിയോ സമ്മതം നേടിയിട്ടുണ്ടെങ്കിൽ, കല്യാണത്തിൻ്റെ സമയത്ത് ഒരു ബാഹ്യമായ ഭീഷണി തന്നെ വേണമെന്നില്ല, ആന്തരികമായിട്ട് നീ ഇത് ചെയ്തില്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെ ഞാൻ കൊല്ലും എന്നൊക്കെയുള്ളൊരു മാനസികമായ ഭീഷണി നിലനിന്നാൽ മതി. ശക്തമായ ഭീഷണിയുണ്ട്. ആ ഭയത്തിൻ്റെ പേരിൽ ഒരു വ്യക്തി സമ്മതം കൊടുക്കുകയാണെങ്കിൽ ആ സമ്മതം അതിനാൽ തന്നെ സമ്മതമല്ലാതായിത്തീരുന്നു. കാരണം ആൾ ഭീഷണിയുടെ കീഴിലാണ് ആ സമ്മതം കൊടുക്കുന്നത്. അപ്പോൾ ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ സമ്മതം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമ്മതമല്ല. ഈ വക കണ്ടീഷനുകളാണ് സമ്മതത്തെ എടുത്തു മാറ്റുന്ന ഘടകങ്ങൾ. ഇപ്പോൾ 2 വീട്ടുകാർ തമ്മിൽ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് അതിനുശേഷം നമുക്ക് മനസ്സമ്മതവും കല്യാണങ്ങളും ചടങ്ങുകളൊക്കെ നടത്തിയാൽ പോരെ? അതിന് സഭ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സഭാ നിയമത്തിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ മാതാപിതാക്കന്മാരുടെ അറിവോടുകൂടി പരസ്പരം ഇടപെടാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലപ്പോഴെങ്കിലും അത് മാതാപിതാക്കന്മാരുടെ അനുമതി ഇല്ലാതെയൊക്കെ പോകുന്ന ഒരവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില അപകടങ്ങളിലേക്കത് കൊണ്ടുപോകുന്നുണ്ട്. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ പേരിൽ കല്യാണങ്ങൾ മാറിപ്പോകുന്ന അവസരങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട്, നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സഭയുടെ ഭാഗത്തു നിന്ന് അതിനെതിരില്ല എങ്കിൽ പോലും നമ്മൾ പരസ്പരം വിശ്വസ്തത പാലിക്കപ്പെടണം, അല്ലെങ്കിൽ പരസ്പരം വിശ്വസ്തത കാണിക്കണം എന്നുള്ളത് അവിടെ ഒരു വാസ്തവമായ കാര്യമാണ്. കാരണം നമ്മൾ വിവാഹ ഉടമ്പടി എടുത്ത ആളുകളാണെങ്കിൽ ആ വിവാഹ ഉടമ്പടിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പരസ്പരം ബഹുമാനിച്ചും പരസ്പരം ആദരവ് കാണിച്ചും അംഗീകരിച്ചും പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗികതയെ, ശുദ്ധതയെ മാനിക്കപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ചില കേസിലൊക്കെ ആണെങ്കിൽ വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്ന ചില ഘട്ടങ്ങൾ വന്നേക്കാം. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ ദാമ്പത്യ വിശുദ്ധിയെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത്രയും പരിപാവനമായിട്ട് വേണം. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ ദാനമായി സ്വീകരിക്കുന്നത് നമ്മുടെ കടമയാണ്. നമ്മളത് അങ്ങേയറ്റം വരെ പാലിച്ചു കൊണ്ടുപോയി വിവാഹം എന്ന കൂദാശയിലൂടെ പരസ്പരം ദാമ്പത്യ ജീവിതത്തിലേക്ക് ആ വികാര പ്രകടനങ്ങൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ദാമ്പത്യ വിശുദ്ധിക്ക് അത് വളരെയേറെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സമ്മതം കഴിഞ്ഞ് എത്ര നാളുകൾക്കുള്ളിൽ കല്യാണം കഴിക്കണം? നമ്മുടെ അതിരൂപതാ നിയമാവലി അനുസരിച്ച് മനസ്സമ്മതം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ, കൂടിയാൽ 6 മാസത്തിനുള്ളിൽ വിവാഹം നടന്നിരിക്കണം. അല്ല 6 മാസം കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ വിവാഹം നടക്കുന്നില്ലെങ്കിൽ ആ വിവാഹം തന്നെയാണെങ്കിൽ വീണ്ടും പരസ്യം വിളിച്ചു ചൊല്ലണം. പരസ്യമായിട്ട് പള്ളിയിൽ വിളിച്ചു ചൊല്ലാൻ ആവർത്തിക്കണം. അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞ് ഈ വിവാഹത്തിൽ നിന്ന് ഒരാൾ പിന്മാറുകയാണെങ്കിൽ പുതിയ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് രൂപതാധ്യക്ഷൻ്റെ അനുവാദം മേടിച്ചിരിക്കണം. അതാണ് നിയമം. യുവജന വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടന്ന ഈ ചർച്ച വളരെ മനോഹരമായി നടന്നു. വിവാഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒപ്പം അതിനെ കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കുവാനും സാധിച്ചു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് അച്ഛനെയും വിമല ടീച്ചർക്കും ജോസ് വക്കീലിനും നന്ദി പറയുന്നു. ഒപ്പം തന്നെ എൻ്റെ സഹപാഠികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.